ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയം കുടുംബസമേതം സന്ദർശിക്കാൻ നിങ്ങൾക്കൊരു അവസരം. ഓണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച വൈകിട്ട് 7:30 കിടിലൻ ഓൺലൈൻ ഓണം ക്വിസ് മത്സരം നടക്കുന്നു. ഓണമാണ് വിഷയം. ഓണവുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യങ്ങളും വരാം. ക്ലാസ് 5 മുതൽ 10 വരെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. ഇനി എന്താണ് സമ്മാനം എന്നല്ലേ? ആദ്യ 10 സ്ഥാനക്കാർക്ക് ഇന്ത്യസ് ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമായ മറൈൻ വേൾഡ് സന്ദർശിക്കാൻ അവസരം. തൃശ്ശൂർ ചാവക്കാടാണ് ലൊക്കേഷൻ. 5 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് അവസരം. രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ 2000 പേർക്ക് മാത്രമേ അവസരം കാണൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതെ, ഇന്ത്യസ് ലാർജസ്റ്റ് അക്വേറിയം മറൈൻ വേൾഡ് സൗജന്യമായിട്ട് സന്ദർശിക്കാനാണ് മക്കൾക്ക് അവസരം ഒരുക്കിയിട്ടുള്ളത്. അവസരമൊരുക്കി മത്സരം സംഘടിപ്പിക്കുന്നത് X&Y ലേണിംഗ് എഡ്യൂക്കേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഓണത്തോടനുബന്ധിച്ചാണ് മെഗാ ഓൺലൈൻ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. ഓണമാണ് നമ്മുടെ വിഷയമെന്ന് പറയുന്നത്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചോദ്യവും പ്രതീക്ഷിക്കാം. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം. ആരും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ഇവിടെ പറഞ്ഞതുപോലെ 7:30 X&Y യൂട്യൂബ് ചാനലിലൂടെയാണ് മത്സരം. പക്ഷേ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ മെൻഡി ക്വിസ് വഴി മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും താഴെ കൊടുത്ത കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ തന്നെ മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് വാട്സപ്പിലൂടെ തുടർന്നുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക. ആദ്യ 10 സ്ഥാനക്കാർക്ക് തൃശ്ശൂർ ചാവക്കാടിലെ മറൈൻ വേൾഡിലേക്കുള്ള 2 ടിക്കറ്റുകൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും വിജയാശംസകൾ നേരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എന്നാണ്? ഉത്തരം റബീഉൽ അവ്വൽ 12 AD 571. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം പിതാവ് അബ്ദുള്ള, മാതാവ് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് എവിടെയാണ്? ഉത്തരം മക്കയിൽ. നബി തങ്ങളുടെ പിതാമഹന്റെ പേര് എന്തായിരുന്നു? ഉത്തരം അബ്ദുൽ മുത്തലീബ്. അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറു നിറയ്ക്കുന്നവൻ സത്യവിശ്വാസിയല്ല എന്നത് ആരുടെ വാക്കുകൾ? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഗുഹയിൽ വച്ചാണ് നുബുവത്ത് ലഭിച്ചത്? ഉത്തരം ഹിറാ ഗുഹയിൽ വച്ച്. ഹിറാ ഗുഹ ഏത് പർവ്വതത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം നൂർ പർവ്വതത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ജന്മസ്ഥലമായ മക്ക സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഉത്തരം സൗദി അറേബ്യ. നബി തങ്ങളുടെ വിവാഹം കഴിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ പത്നിയുടെ പേര് എന്താണ്? ഉത്തരം സൗദ ബീവി. അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നിയുടെ പേര് എന്താണ്? ഉത്തരം ഉമ്മു സലമ ബീവി. നബി തങ്ങളുടെ മക്കൾ ആരെല്ലാമാണ്? ഉത്തരം ഖാസിം, അബ്ദുള്ള, സൈനബ്, ഫാത്തിമ, റുഖയ്യ, ഉമ്മു കുൽസു, ഇബ്രാഹിം. നബി തങ്ങളുടെ മകൻ ഇബ്രാഹിം എന്നിവരുടെ മാതാവ് ആരായിരുന്നു? ഉത്തരം മാരിയത്തുൽ ഗിബ്തുയ്യ. ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം
എന്ന് പറഞ്ഞത് ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ കുട്ടികൾ പാടിയ ഗാനം ഏതായിരുന്നു? ഉത്തരം ത്വൽ അൽ ബദ്രു അലൈന എന്ന് തുടങ്ങുന്ന ഗാനം. പിതാമഹൻ അബ്ദുള്ള മുത്തലീബ് മരിക്കുമ്പോൾ നബിയുടെ പ്രായം എത്രയായിരുന്നു? ഉത്തരം 8 വയസ്സ്. പ്രവാചക ചരിത്രത്തിൽ രചന നടത്തിയ ആദ്യ വ്യക്തി ആരായിരുന്നു? ഉത്തരം അബാബിബ്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി നബി തങ്ങൾ പറഞ്ഞയച്ച പ്രഥമ വ്യക്തി ആരായിരുന്നു? ഉത്തരം മിസ് അബൂ ബിൻ ഉമൈർ. മദീനയിലേക്കാണ് അദ്ദേഹത്തെ പ്രബോധനത്തിനു വേണ്ടി അയച്ചത്. ഗബറിന്മേൽ വെള്ളം കുടഞ്ഞു തുടങ്ങിയത് നബി തങ്ങളുടെ ഏതു മകൻ്റെ ഗബറിന്മേലാണ്? ഉത്തരം ഇബ്രാഹിം. നബി തങ്ങളുടെ ഭാര്യമാരിൽ ഉമ്മുൽ ഹിന്ദ് എന്നറിയപ്പെട്ട ഭാര്യയുടെ പേര് എന്തായിരുന്നു? ഉത്തരം ഖദീജ ബീവി. ഖദീജ ബീവി മരണപ്പെടുന്നത് എത്രാമത്തെ വയസ്സിൽ? ഉത്തരം 65-ാം വയസ്സിൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത ഏക അടിമ സ്ത്രീ ആര്? ഉത്തരം മാരിയത്തുൽ ഗിബ്തുയ. നബി തങ്ങളുടെ വഫാത്തിനു ശേഷം ജീവിച്ചിരുന്ന ഏക സന്താനം ആരായിരുന്നു? ഉത്തരം ഫാത്തിമ ബീവി. നബി തങ്ങൾ വഫാത്തായത് എവിടെ വെച്ച്? ഉത്തരം മദീനയിൽ വച്ച്. വഫാത്താകുമ്പോൾ നബിക്ക് പ്രായം എത്രയുണ്ടായിരുന്നു? ഉത്തരം 63 വയസ്സ്. നബി തങ്ങൾ വഫാത്തായ ദിവസം ഏതായിരുന്നു? ഉത്തരം തിങ്കളാഴ്ച. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്ന 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നാളെ ലോകാവസാനം ആണെന്ന് അറിഞ്ഞാൽ പോലും ഇന്ന് ഒരു മരം നടാൻ മടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം മുഹമ്മദ് നബി. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യത്തെ പ്രവാചകൻ ആര്? ഉത്തരം നൂഹ് നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മൂജിസത്ത് എന്ത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച പേര് ഏതായിരുന്നു? ഉത്തരം മുഹമ്മദ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ഗ്രന്ഥം ഏത്? ഉത്തരം ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ഏതു മാസത്തിലാണ് അവതരിച്ചത്? ഉത്തരം റംളാൻ മാസത്തിൽ. മുഹമ്മദ് നബി ചെറുപ്പത്തിൽ ചെയ്ത ജോലി എന്തായിരുന്നു? ഉത്തരം ആടുമേയ്ക്കൽ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസമയത്ത് വറ്റിപ്പോയ തടാകത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സാവ തടാകം. ആമിന ബീവിക്ക് ശേഷം നബിയെ മുലയൂട്ടിയത് ആരായിരുന്നു? ഉത്തരം സുവൈബത്തുൽ അസ്ലമിയ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് എവിടെ വച്ചാണ് മരണപ്പെട്ടത്? ഉത്തരം മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള അബവ എന്ന സ്ഥലത്ത് വെച്ച്. മാതാവിൻ്റെ മരണശേഷം നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം പിതാമഹൻ അബ്ദുൽ മുത്തലീബ്. മാതാവ് മരണപ്പെടുമ്പോൾ തിരുനബിയുടെ പ്രായം എത്ര? ഉത്തരം 6 വയസ്സ്. പിതാമഹൻ അബ്ദുൽ മുത്തലീബിന് ശേഷം നബിയെ ഏറ്റെടുത്തത് ആരായിരുന്നു? ഉത്തരം അബൂ ത്വാലിബ്. മുഹമ്മദ് നബി ജനിച്ചത് ഹിജ്റയ്ക്ക് എത്ര വർഷം മുമ്പാണ്? ഉത്തരം 53 വർഷം മുമ്പ്. മുഹമ്മദ് നബിയുടെ പിതാവിൻ്റെ ജോലി എന്തായിരുന്നു? ഉത്തരം കച്ചവടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടത്തിന് പോയത് എങ്ങോട്ടായിരുന്നു? ഉത്തരം ഷാമിലേക്ക്. ഹലീമ ബീവിയുടെ യഥാർത്ഥ പേര് എന്താണ്? ഉത്തരം ഉമ്മു കബ്ഷത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപ്പേരുകൾ എന്തെല്ലാം? ഉത്തരം അൽ അമീൻ, സിദ്ദീഖ്. മുഹമ്മദ് നബിക്ക് ആ പേര് നൽകിയത് ആരായിരുന്നു? ഉത്തരം അബ്ദുൽ മുത്തലീബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗോത്രം ഏതാണ്? ഉത്തരം ഖുറൈശി ഗോത്രം. ഹലീമ ബീവിയുടെ ഗോത്രം ഏത്? ഉത്തരം ബനു സഅദ് ഗോത്രം. മുഹമ്മദ് നബി തങ്ങൾ എത്ര ഉംറ നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം 4. മുഹമ്മദ് നബി തങ്ങൾ എത്ര ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്? ഉത്തരം 1. നബിദിനവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ക്വിസുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ. മുഹമ്മദ് നബി ജനിച്ച വീട് ഇപ്പോൾ എന്തായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഉത്തരം മക്ക ലൈബ്രറി. ഏത് പ്രവാചകൻ പരമ്പരയിലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം? ഉത്തരം ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ. നബി തങ്ങൾ ജനിച്ച വർഷം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആമൂൽ ഫീൽ അഥവാ ആനക്കലഹ വർഷം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഏത് ഇംഗ്ലീഷ് മാസത്തിലാണ്? ഉത്തരം ഏപ്രിൽ. നബി തങ്ങൾ ജനിച്ച സമയം ഏതാണ്? ഉത്തരം സുബഹിയോട് അടുത്ത സമയം. മുഹമ്മദ് എന്ന പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? ഉത്തരം 4 പ്രാവശ്യം. മുഹമ്മദ് നബിക്ക് എത്ര പെൺമക്കൾ ഉണ്ടായിരുന്നു? ഉത്തരം 4. നബിയുടെ മൂത്ത പുത്രിയുടെ പേര് എന്താണ്? ഉത്തരം സൈനബ്. ഏതു മലയ്ക്ക് വഴിയാണ് മുഹമ്മദ് നബിക്ക് പ്രബോധനം ലഭിച്ചത്? ഉത്തരം ജബ്രീൽ അലൈഹിസ്സലാം. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ബദർ യുദ്ധം. അബ്ദുൽ മുത്തലിബിൻ്റെ എത്രാമത്തെ പുത്രനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ള? ഉത്തരം 10ാമത്തെ പുത്രൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവിൻ്റെ അമ്മയുടെ പേര് എന്താണ്? ഉത്തരം ഫാത്തിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യപുത്രനും നബിയുടെ മരുമകനുമായ സ്വഹാബി ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേയുടെ ക്വസ്റ്റ്യൻ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ മക്കൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ X&Y ലേണിംഗ് എഡ്യൂക്കേഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം സംഘടിപ്പിക്കുന്ന ഓണം ക്വിസിൽ എല്ലാ മക്കൾക്കും പങ്കെടുക്കാവുന്നതാണ്. സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ആ ഒരു ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ വാട്സപ്പ് വഴി ലഭിക്കുക. 2000 പേർക്കായിരിക്കും മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുക. നബിദിന ക്വിസുമായിട്ട് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ വീഡിയോ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി മക്കൾ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 1000 ലൈക്കാണ്. എല്ലാ മക്കളും ഇപ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാ മക്കൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.